പുതിയ PCCയുടെ പ്രസിഡൻറ്റിനെയും വർക്കിംഗ് പ്രസിഡൻറ്റുമാരെയും UDFൻ്റെ കൺവീനറെ എല്ലാം നിയമിച്ചതിന് ശേഷം പാർട്ടി ലീഡർഷിപ്പിന് അവരുമായിട്ട് ആശയവിനിമയം നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു പുതിയ ടീം വരികയാണ്. അതിനോടൊപ്പം സീനിയേഴ്സിനെയും കൂടെ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, PCCയുടെ മുൻ പ്രസിഡൻറ്റുമാർ അവരുടെ കൂടി അഭിപ്രായങ്ങൾ തേടുന്നതിനും പാർട്ടി ദേശീയ നേതൃത്വത്തിന് പുതിയ ലീഡർഷിപ്പിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ചില കാര്യങ്ങളുണ്ടാകും. അത് അറിയിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. അവിടെ ആ ഒരു ഇനി മുന്നോട്ടുള്ള പ്രയാണത്തിൽ എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതിനകത്തുള്ള കാര്യമാണ് ഇപ്പോൾ ഈ പറഞ്ഞതടക്കമുള്ളത്. അത് ആ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. കെ സുധാകരൻ MP ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ചുമതല ഏറ്റ ശേഷവും ഇപ്പോഴും അതൃപ്തി, അങ്ങനെ ഒരു അതൃപ്തിയൊന്നും അങ്ങനെയൊന്നുമില്ല. കേരളത്തിലെ എല്ലാവരും പറഞ്ഞല്ലോ, ഈ നേതാക്കന്മാരെല്ലാം ഇന്നലെ ചുമതല ഏറ്റെടുക്കുന്ന ചടങ്ങിലുണ്ടായിരുന്നു. പിന്നെ ആ ചടങ്ങിൽ എല്ലാവരും പ്രകടിപ്പിച്ചൊരു പൊതുവികാരമുണ്ട്. കേരളത്തിൽ UDFനെ 2026 അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് കേരളത്തിലെ UDF നേതാക്കന്മാരുടെയോ പ്രവർത്തകരുടെയോ കോൺഗ്രസ് നേതാക്കന്മാരുടെയോ ആവശ്യമല്ല, ഇന്നത്തെ കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ്. അപ്പോൾ ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും താല്പര്യത്തിന് വിരുദ്ധമായിട്ട് കോൺഗ്രസ് പാർട്ടിയിലെ ഒരു നേതാവും നിൽക്കില്ല. എല്ലാവർക്കും ഒരു ലക്ഷ്യമാണുള്ളത്, ഒരു വികാരമാണുള്ളത്, പാർട്ടിയെ വിജയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകും. ഞാൻ ഇന്നൊരു മീറ്റിങ്ങിന് ഞങ്ങളെല്ലാം വിളിച്ചിരിക്കുകയാണ്. എന്തിനാണ് വിളിച്ചിരിക്കുന്നതെന്ന് പോലും ആ മീറ്റിംഗ് കഴിയുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ പറയാം, നമ്മളുണ്ടല്ലോ ഇവിടെ അല്ല. പാർട്ടി അത്തരം എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളുകയും പരിശോധിക്കുകയും പരിഗണിക്കുകയും തീരുമാനിക്കുകയും ചെയ്യും.